ഞാനും ചേച്ചിയും കൂടി ഈവനിങ് ആയപ്പോൾ ഒന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. നല്ല മഴ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകണം. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നമ്മൾ ഒരു 3-4 പ്രാവശ്യം എപ്പോഴും അമ്പലത്തിൽ പോകാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈവനിങ് സമയത്ത് അമ്പലത്തിൽ പോയി അവിടുന്ന് ചോറെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഇനി എന്ത് ഡ്രസ്സ് ഇടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഹോസ്റ്റലിൽ പലതും ഇങ്ങോട്ട് എടുത്തിട്ടും ഉണ്ടാവില്ല, കുറേ എല്ലാം അങ്ങ് ആയിരിക്കും ചെയ്യും. അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് എപ്പോൾ കൺഫ്യൂഷൻ എന്തിടണം. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഈ ഒരു ടോപ്പ് ഇടാനാണ് വെച്ച്, കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും ഇത് ഇടാന്ന് വെച്ച്. അപ്പോൾ ഇത് അയൺ ചെയ്തിട്ട് ഇത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പോൾ ഏച്ചി വന്നിട്ട് പോകണം. നമ്മൾ എപ്പോഴും ഇവിടെ നടന്നാൽ പോയാൽ, കാരണം അത്രയേ ഉള്ളൂ, നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, വിശേഷ ദിവസമൊന്നുമില്ല, പക്ഷെ തിരക്കുണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ. അപ്പം ഞങ്ങൾ ആദ്യം പുഷ്പാഞ്ജലി കഴിച്ച് കാല് കഴുകാൻ വേണ്ടി കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയേ. ഞങ്ങൾ കാല് കഴുകാനായിട്ട് കുളത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട്, എന്ത് പറയില്ല. അങ്ങനെ തൊഴുവൊക്കെ ചെയ്ത് ചന്ദനമൊക്കെ വാങ്ങി. ഞങ്ങൾ ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈവനിങ് ഫുഡ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി. ഉള്ളിലത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. ഞാനിവിടുത്തെ ചോറിൻ്റെയും സാമ്പാറിൻ്റെയും അച്ചാറിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. പൊതുവെ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അമ്പലത്തിലെ സാമ്പാർ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഫീലാണ്. പക്ഷേ ഇന്ന് ചോറും മോര് കറിയും അച്ചാറുമായിരുന്നു. അതും നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പക്ഷേ സാമ്പാർ അത് വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടും കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ രാവിലെ ഒന്ന് പുറത്തു പോയി ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ചായക്ക് പുട്ടും മുട്ടക്കറിയാണ്. അകത്ത് ലൈറ്റില്ല, അതുകൊണ്ടാണ് പുറത്തു വന്നിരുന്നു തോന്നുന്നത്. ഇവിടെ പല സമയത്തും വറവാക്കുന്നത് ഈ ഒരു ഇല വെച്ചിട്ടാണ്. എൻ്റെ പേരെനിക്കറിയില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമുണ്ട് വറവ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വറവാണ്. ശരിക്കും എപ്പോഴും അധികം കൂടെ വെക്കുന്നു, പക്ഷേ ഇതിൻ്റെ പേര് അറിയില്ല. ഇങ്ങനെ കൊമ്പോടെ പൊട്ടിക്കട്ടെ. അതിന് തളിരല്ലേ, അച്ചമ്മ ഇപ്പം മറക്കുന്നില്ല അല്ലേ? അച്ഛമ്മ മറക്കുന്നുണ്ടോ? അച്ചമ്മ ഇപ്പം പറിച്ച് പറിക്കുന്നില്ല. അച്ഛമ്മ അറിയാം എൻ്റെ പേര്. അങ്ങനെ അച്ഛമ്മ അറിയില്ല. ഇതിങ്ങനെ വ്ളോഗ് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു തരുമ്പോഴും അത് ചിലപ്പം പറഞ്ഞു കഴിയുമ്പോൾ ആർട്ടിഫിഷ്യലായി പോവും. അത് കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. ബെറ്ററാക്കാൻ ശ്രമിക്കും. എല്ലാം ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നതെല്ലാം അസ്വാഭാവികമാകുന്നുണ്ടോ എന്ന്. നല്ല ഡ്രസ്സെല്ലാം ഇട്ടല്ലേ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോസ് എടുത്തു. അപ്പം ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത്. പക്ഷെ ഭയങ്കര വെയിൽ, ഭയങ്കരമായിട്ട് വേർക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെ എടുക്കേണ്ടതെന്നും ശരിക്കും തിരിയുന്നില്ല. ഞാൻ ഒരുമാതിരി ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര ചമ്മൽ. കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. ബെറ്ററാക്കാൻ നോക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും ചെയ്യുന്നില്ലേ എന്നൊരു സംശയം. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത പോലെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ അമ്പലത്തിൽ പോയി. ഞാനിപ്പോൾ കുളിച്ച് റെഡിയല്ല. ഇനി കുളിച്ച് ഞാൻ വറക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ വറക്കാതെന്ന് പറഞ്ഞു.
താങ്ക്സ് ഫോർ വാച്ചിങ്.